സ്കൂളിലെ ജൈവവൈവിധ്യ പാർക്ക് വിപുലീകരിക്കാൻ തീരുമാനിച്ചു. തുളസി, പ്ലാവ്, റോസ, മുല്ല, തേക്ക്, ചെത്തി, ചീര, തുമ്പ, പേര, മുക്കുറ്റി, മാവ് എന്നീ സസ്യങ്ങൾ കൊണ്ടുവന്നു. പ്രത്യേകതകൾ കണ്ടെത്തി തരംതിരിക്കുക. ഈ ചെടികളുടെ പ്രത്യേകതകൾ നോക്കുമ്പോൾ ഇവ ഔഷധി, കുറ്റിച്ചെടികൾ, മരങ്ങൾ, ആ ഒരു പ്രത്യേകത വെച്ചിട്ടാണ് ക്ലാസിഫൈ ചെയ്യേണ്ടത്. തന്നിരിക്കുന്നവയിൽ ഔഷധികൾ ചീര, തുമ്പ, മുക്കുറ്റി, കുറ്റിച്ചെടികൾ തുളസി, റോസ, മുല്ല, ചെത്തി. അപ്പോൾ ഇവയുടെ പ്രത്യേകതകളും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അവ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുക. മരങ്ങൾ പ്ലാവ്, തേക്ക്, പേര, മാവ്. മത്തൻ, പാവൽ, വെള്ളരി, പടവലം, തണ്ണിമത്തൻ തുടങ്ങിയ ചെടികളുടെ പൊതുവായ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇത് ടെക്സ്റ്റ് ബുക്കിലെ വള്ളിച്ചെടികൾ എന്ന ആശയത്തിലാണ് വരുന്നത്. വള്ളിച്ചെടികളാണ്, നിലത്തുകൂടെ പടർന്നു വളരുന്നു. ചില വള്ളിച്ചെടികൾ താങ്ങിൽ ചുറ്റിപ്പിടിച്ച് വളരുന്നു. തണ്ടിന് ബലം കുറവാണ്, തനിയെ നിൽക്കാൻ സാധിക്കുന്നില്ല. ചുവടെ തന്നിരിക്കുന്ന സസ്യങ്ങളുടെ നടീൽ വസ്തു തിരിച്ചറിഞ്ഞ് ക്രമീകരിക്കുക. സസ്യങ്ങളുടെ ഏത് ഭാഗമാണ് നടാൻ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ചെത്തി, ചെമ്പരത്തി, മാവ്, കടപ്ലാവ്, ഇലമുളച്ചി, പയർ, മത്തൻ, കറിവേപ്പ്, റോസ, വെണ്ട, നിശാഗന്ധി. പുതിയ തൈകൾ മുളയ്ക്കാനായിട്ട് ഈ ചെടികളുടെ ഏത് ഭാഗമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? വിത്ത് മുളച്ചു വരുന്ന സസ്യങ്ങളാണ് മത്തൻ, പയർ, വെണ്ട. വേരിൽ നിന്നും പുതിയ ചെടികൾ ഉണ്ടാവുന്നതാണ് കടപ്ലാവ്, കറിവേപ്പ്. തണ്ടിൽ നിന്നും ചെത്തി, ചെമ്പരത്തി, നിശാഗന്ധി, റോസ. ഇവ തണ്ട് മുറിച്ച് നട്ടാണ് പുതിയ ചെടികൾ ഉണ്ടാവുക. ഇലമുളച്ചി. ഒപ്പം തന്നെ ചില ചെടികൾക്ക് കറിവേപ്പൊക്കെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ വിത്തിൽ നിന്നും ഒപ്പം തന്നെ വേരിൽ നിന്നും പുതിയ ചെടികൾ ഉണ്ടാവും. മുരിങ്ങ ആണെങ്കിലും തണ്ട് മുറിച്ച് നട്ടും അതിൻ്റെ വിത്തിൽ നിന്നും പുതിയ ചെടികൾ ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളും കൂടി ഈ സമയത്ത് പരിഗണിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക എന്നുള്ളതാണ്. സസ്യഭാഗങ്ങളും അവയുടെ ധർമ്മങ്ങളും എന്നുള്ള ഭാഗമാണിത്. തണ്ട് ഇലയെ ചെടിയിൽ ഉറപ്പിച്ചു നിർത്തുന്നു. വേറൊരു ധർമ്മം എഴുതുക. വേരാണെങ്കിൽ ചെടിയെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നു. അതിൻ്റെ ബാക്കി എന്തൊക്കെയാണ് വേരിൻ്റെ ധർമ്മം എന്ന് എഴുതുക എന്നുള്ളതാണ്. തണ്ട് വേര് വലിച്ചെടുക്കുന്ന ജലവും വളവും ഇലകളിൽ എത്തിക്കുന്നു. വേര് ചെടിക്ക് ആവശ്യമായ ജലവും വളവും മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്നു. ഇല ചെടിക്ക് ആവശ്യമായ ആഹാരം നിർമ്മിക്കുന്നു. ഒപ്പം തന്നെ ഇതിൻ്റെ ഫസ്റ്റ് ഭാഗം ക്വസ്റ്റ്യനിലുണ്ട്. അപ്പോൾ ചെടികളുടെ ഭാഗങ്ങളും ധർമ്മങ്ങളും നന്നായിട്ട് പഠിക്കുക. പൂക്കൾക്ക് അനുയോജ്യമായ നിറം നൽകൂ എന്നുള്ളതാണ് ആദ്യ ആക്ടിവിറ്റി. റോസ, ചെമ്പരത്തി, കോളാമ്പിപ്പൂവ്. അപ്പോൾ റോസ പല നിറത്തിലുണ്ട്, ചെമ്പരത്തി പല നിറത്തിലുണ്ട്, പക്ഷേ കോളാമ്പിപ്പൂവിന് മഞ്ഞ നിറമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ നിറങ്ങൾ തിരഞ്ഞെടുത്തതെന്ന് എഴുതൂ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ റോസ് തന്നെ പല നിറത്തിൽ കളറടിച്ചവരുണ്ടാവാം, ചെമ്പരത്തിക്ക് അതുപോലെ ഉണ്ടാവാം, കോളാമ്പിക്ക് പക്ഷേ മഞ്ഞ നിറം മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ചില പൂക്കൾക്ക് പല നിറത്തിൽ കാണപ്പെടും, ചില പൂക്കൾ ഒരു നിറത്തിൽ മാത്രമാണ് അവൈലബിൾ ആവുക. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന പൂക്കളെ താഴെ പറയുന്ന ക്രമത്തിൽ തരംതിരിക്കൂ. പല നിറത്തിൽ കാണപ്പെടുന്ന പൂക്കൾ, ഒരു നിറത്തിൽ മാത്രം കാണപ്പെടുന്ന പൂക്കൾ. പല നിറത്തിലുള്ളത് ചെമ്പരത്തി, ചെത്തി, റോസ, ബോഗൺവില്ല. ഒരു നിറത്തിൽ മാത്രം കാണപ്പെടുന്ന പൂക്കൾ മുല്ല, തുമ്പ, കണിക്കൊന്ന, കോളാമ്പിപ്പൂവ്, നന്ദ്യാർവട്ടം. ഇത് ടെക്സ്റ്റ് ബുക്കിലെ വിലയിരുത്തൽ പ്രവർത്തനങ്ങൾ ഉള്ളതിൽ പേജ് നമ്പർ 21 ആക്ടിവിറ്റിയാണ്. ചെടിയുടെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താനാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെടിയുടെ പിക്ചർ തന്നിട്ടുണ്ടാവും. ഭാഗങ്ങൾ അടയാളപ്പെടുത്താനായിട്ടാണ് വരിക. വേര്, തണ്ട്, ഇല, ഇത് മൂന്നുമാണ് ചെടിയുടെ പ്രധാന ഭാഗങ്ങൾ. പിന്നീട് വരുന്ന പൂക്കളും കായ്കളും ഒക്കെ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ പിന്നീട് ഉണ്ടാവുന്നതാണ്. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ വേര്, ഇല, തണ്ട്, ഇത് മൂന്നുമാണ്. തന്നിരിക്കുന്ന സസ്യങ്ങളിൽ പൂക്കുന്ന സസ്യങ്ങൾ, പൂക്കാത്ത സസ്യങ്ങൾ എന്ന് തിരിച്ചെഴുതുക. മുല്ല, ഈന്ത്, മുക്കുറ്റി, പന്നൽ, ചെമ്പരത്തി. ഇതിൽ പൂക്കുന്ന സസ്യങ്ങൾ മുല്ല, മുക്കുറ്റി, ചെമ്പരത്തി. പൂക്കാത്തത് ഈന്ത്, പന്നൽ. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 18 ആക്ടിവിറ്റിയാണിത്. അത് കൂടുതലായിട്ട് നോക്കുക. സസ്യങ്ങൾ കൊണ്ട് നമുക്ക് പല പ്രയോജനങ്ങളും ഉണ്ട്. ഈ പ്രസ്താവനയെ സാധൂകരിക്കുന്ന കാര്യങ്ങൾ എഴുതുക. അതായത് സസ്യങ്ങൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എഴുതാനാണ്. പേജ് നമ്പർ ടെക്സ്റ്റ് ബുക്ക് 19 ആക്ടിവിറ്റിയാണ്. സസ്യങ്ങൾ ശുദ്ധമായി നൽകുന്നു, തണൽ നൽകുന്നു, ആഹാരം നൽകുന്നു, ജീവികൾക്ക് വാസസ്ഥലം നൽകുന്നു, മരുന്നുകൾക്കായി ഉപയോഗിക്കുന്നു. നിറം, വരകൾ, പുള്ളികൾ, തൂവലുകൾ, വലിപ്പം, കാലുകൾ, നഖങ്ങൾ. ഈ പ്രത്യേകതകൾ കണ്ട് തിരിച്ചറിയാൻ കഴിയുന്ന ജീവികളുടെ പേര് എഴുതുക.
ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 26 ആക്ടിവിറ്റിയാണിത്. ജീവികളുടെ പ്രത്യേകതകൾ കാണുമ്പോൾ അത് ഏത് ജീവിയാണെന്ന് മനസ്സിലാക്കാനുള്ള ആക്ടിവിറ്റിയാണത്. നിറം: തത്ത, കാക്ക, കൊക്ക്, പൊന്മാൻ. ഈ ജീവികളെയൊക്കെ നമുക്ക് നിറം വെച്ച് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. വരകൾ: കടുവ, അണ്ണാൻ, സീബ്ര. പുള്ളികൾ: ചീറ്റ, മാൻ. വലിപ്പം: നീലത്തിമിംഗലം, ആന. നഖങ്ങൾ: കോഴി, പൂച്ച, സിംഹം, പരുന്ത്. കാലുകൾ: താറാവ്, കുതിര. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഭാഗം വെച്ചിട്ട് ഈ ജീവികളൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ അവയുടെ ചിത്രം തന്നിട്ടാവും ജീവികൾ ഏതാണെന്ന് തിരിച്ചറിയാൻ പറയുക. കടൽ ജീവികൾക്ക് ഉദാഹരണം എഴുതുക. കടൽ കുതിര, കടൽ വെള്ളരി, കടൽ പശു, സ്രാവ്, തിമിംഗലം, ഡോൾഫിൻ, നക്ഷത്ര മത്സ്യം. ഇപ്പം ഈ ആക്ടിവിറ്റി ഈ ജീവികളുടെ ചിത്രം തന്നിട്ട് ആ ജീവികൾ ഏതാണെന്ന് തിരിച്ചറിയാനായിട്ട് പറയാം. താഴെ പറയുന്ന ജീവികളെ സഞ്ചാര രീതി അനുസരിച്ച് ക്രമീകരിക്കുക. ആന, പാമ്പ്, തത്ത, മീൻ, പ്രാവ്. കടുവ, മണ്ണിര, കാക്ക, നീലത്തിമിംഗലം, ഒച്ച്, പരുന്ത്, സിംഹം, ഡോൾഫിൻ. ഈ ജീവികൾ അവയുടെ സഞ്ചാര രീതി അനുസരിച്ച് ക്രമീകരിക്കാനാണ് പേജ് നമ്പർ 27 ആക്ടിവിറ്റിയാണിത്. നടക്കുന്ന ജീവികൾ: ആന, കടുവ, സിംഹം. ഇഴയുന്ന ജീവികൾ: പാമ്പ്, മണ്ണിര, ഒച്ച്. പറക്കുന്ന ജീവികൾ: തത്ത, പ്രാവ്, കാക്ക. നീന്തുന്ന ജീവികൾ: മീൻ, ഡോൾഫിൻ, നീലത്തിമിംഗലം. ഇത് നോർമൽ സഞ്ചാര രീതിയാണ്. ഇതുകൂടാതെ ജീവികൾക്ക് പല രീതിയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ജീവികളുണ്ട്. ഇപ്പോൾ തവളയാണെങ്കിൽ ചാടിയാണ് സഞ്ചരിക്കുന്നത്. മുയൽ, കങ്കാരു ഇവയൊക്കെയും അപ്രകാരമാണ് സഞ്ചരിക്കുക. പ്രാവാണെങ്കിൽ നടക്കാനും പറക്കാനും പ്രാവിന് കഴിയും. പക്ഷികളുടെ കാര്യമൊക്കെ അങ്ങനെ തന്നെ. അപ്പം താറാവിൻ്റെ കേസ് എടുത്താൽ താറാവ് നീന്തുന്നു, നടക്കുന്നു. മുതലയാണെങ്കിൽ ഇഴയുന്നു, നീന്തുന്നു, നടക്കുന്നു. ഇപ്രകാരം പല രീതിയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ജീവികൾ ഉണ്ട്. ഓരോ ജീവിക്കും അനുയോജ്യമായ ഭക്ഷണം ഏതെന്ന് കണ്ടെത്തി വരച്ച് യോജിപ്പിക്കൂ. സിംഹം, ആട്. പാമ്പിൻ്റെ ഇര എന്ന് പറയുമ്പോൾ തവളയാണ്. പരുന്ത്, കോഴിക്കുഞ്ഞ്. ആട്, ഇലകൾ. താഴെ പറയുന്ന ജീവികൾക്ക് ഇരയെ പിടിക്കാൻ എന്തെല്ലാം ശാരീരിക പ്രത്യേകതകളാണ് ഉള്ളത്? സിംഹം: കൂർത്ത പല്ലുകൾ, കൂർത്ത നഖങ്ങൾ, വേഗത്തിൽ ഓടാനുള്ള കഴിവ്. പരുന്ത്: കൂർത്തു വളഞ്ഞ കൊക്കുകൾ, കൂർത്തു വളഞ്ഞ കാൽനഖങ്ങൾ, നല്ല കാഴ്ചശക്തി, ബലമുള്ള കാലുകൾ. തവള: നീളമുള്ള പശിമയുള്ള നാവ്. ഇപ്രകാരം പല ജീവികളുണ്ട്. മാംസാഹാരികളായ ജീവികളുടെ പ്രത്യേകതകൾ കോമൺ ആയിട്ട് സിംഹത്തിൻ്റെ പോലെയാണ്. അതേസമയം സസ്യാഹാരികളായ ജീവികളുടെ പ്രത്യേകതകൾ നോക്കുമ്പോൾ അവർക്ക് ഇലകൾ ചവച്ചരയ്ക്കാൻ പാകത്തിനുള്ള പല്ലുകളാണുള്ളത്. പേജ് നമ്പർ 31 ആക്ടിവിറ്റിയാണ് ഇത്. ആഹാരരീതി അനുസരിച്ച് ജീവികളെ ക്രമീകരിക്കുക. പശു, മുയൽ, സിംഹം. കോഴി, മാൻ, മുതല. കാക്ക, കുറുക്കൻ, ഉറുമ്പ്. ഈ ജീവികളെ അവയുടെ ആഹാരരീതി അനുസരിച്ച് ക്രമീകരിക്കുക. പേജ് നമ്പർ 30 ആക്ടിവിറ്റിയാണിത്. തന്നിരിക്കുന്ന ജീവികളിൽ നിന്ന് സസ്യാഹാരികൾ: പശു, മുയൽ, മാൻ. മാംസാഹാരികൾ: സിംഹം, മുതല, കുറുക്കൻ. മിശ്രാഹാരികൾ: കോഴി, കാക്ക, ഉറുമ്പ്. ചിത്രശലഭത്തിന്റെ വളർച്ചാഘട്ടങ്ങൾ എഴുതുക. മുട്ട ഡാഷ് ഡാഷ് ശലഭം. ആൻസർ: മുട്ട, ലാർവ, പ്യൂപ്പ, ശലഭം. ശലഭങ്ങളുടെ പേരെഴുതുക. വിലാസിനി, മഞ്ഞപ്പാപ്പാത്തി, നീലക്കടുവ, തീച്ചിരകൻ, ചക്കരശലഭം, ബുദ്ധമയൂരി, ഗരുഡശലഭം. ശലഭങ്ങളുടെ പേരെഴുതാൻ പ്രോപ്പറായിട്ടായിരിക്കില്ല ചോദിക്കുക. ജൈവവിദ്യ ഉദ്യാനത്തിൽ കാണപ്പെടുന്ന ശലഭങ്ങളെ കണ്ടിട്ടുണ്ടോ, അവയുടെ പേര് എഴുതുക, ആ ഒരു രീതിയിലൊക്കെ ചോദിക്കാം. ശലഭങ്ങളെ ആകർഷിക്കുന്ന ചെടികൾക്ക് ഉദാഹരണം എഴുതുക. കൃഷ്ണകിരീടം, കിലുക്കിച്ചെടി, അരളി, കറിവേപ്പ്, നാരകം. ഈ ചുറ്റുപാടുകൾ ഇല്ലാതായാൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാവും? ചിത്രം നിരീക്ഷിക്കുക. അതൊരു കുളം എന്ന ആവാസ വ്യവസ്ഥയാണ്. ധാരാളം ജീവികൾ കുളത്തെ ആശ്രയിച്ച് ചുറ്റുപാടും ജീവിക്കുന്നു. അതില്ലാതായാൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാവും? ജീവികളുടെ വാസസ്ഥലം നഷ്ടപ്പെടും. ജീവികളുടെ എണ്ണം കുറയുന്നു. ചില ജീവികൾക്ക് വംശനാശം സംഭവിക്കുന്നു. ചില ജീവികളുടെ എണ്ണം വർദ്ധിക്കുന്നു. കാലാവസ്ഥാ മാറ്റം ഉണ്ടാവുന്നു. ചില ജീവികളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ അവസ്ഥയെ ആശ്രയിച്ച് ജീവിക്കുന്ന പാമ്പുകളുടെ എണ്ണം ഇല്ലാതാവുകയാണെങ്കിൽ പാമ്പ് ആഹാരമാക്കുന്ന ചെറിയ പ്രാണികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നു. അതാണ് ഉദ്ദേശിക്കുന്നത്. ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കാൻ എന്തെല്ലാം ചെയ്യണം? തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ്റെ ബാക്കിയായിട്ട് തന്നെ കണക്ക് കൂട്ടാം. ആവാസ വ്യവസ്ഥ എന്നൊരു വാക്ക് ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്യുന്നില്ല. അതായത് ജീവികൾ ജീവിക്കുന്നതിൻ്റെ ആ ചുറ്റുപാടിനെ സംരക്ഷിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാം?
മാലിന്യം വലിച്ചെറിയാതിരിക്കണം. കുളം, കാട് തുടങ്ങിയ സങ്കേതങ്ങൾ സംരക്ഷിച്ച് നിലനിർത്തണം. കീടനാശിനികളും മറ്റും പ്രയോഗിക്കുന്നത് ഒഴിവാക്കണം. രാസവളങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കണം. ജലാശയങ്ങൾ മലിനമാകാതെ സംരക്ഷിക്കണം. ജീവികളുടെ വാസസ്ഥലങ്ങൾ കയ്യേറരുത്. ശലഭങ്ങളുടെ എണ്ണം കുറയാനുള്ള കാരണമായി നിങ്ങൾ വിചാരിക്കുന്നത് എന്തൊക്കെയാണ്? അന്തരീക്ഷ മലിനീകരണം, ശലഭങ്ങൾക്ക് തേൻ നൽകുന്ന ചെടികളുടെ എണ്ണം കുറയുന്നത്, കാലാവസ്ഥാ മാറ്റം, അതുപോലെ തന്നെ ശലഭങ്ങൾ മുട്ടയിടുന്ന ചെടികളുടെ എണ്ണം കുറയുന്നത്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ചിത്രശലഭങ്ങൾ ഇല്ലാതെയാവുന്നത്. ജലം ശുദ്ധീകരിക്കാൻ ഇന്ന് പല മാർഗങ്ങൾ നിലവിലുണ്ട്. അതിൽ വളരെ ലളിതമായൊരു മാർഗമാണ് ചിത്രത്തിൽ. എന്താണ് ഇതിന്റെ പേര്? മുച്ചട്ടി അരിപ്പ. നമ്മുടെ ടെക്സ്റ്റിൽ ചിരട്ട വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഏത് ക്രമീകരണമാണ് ശരി? മുച്ചട്ടി അരിപ്പയിൽ നിറയ്ക്കേണ്ട ക്രമീകരണം ഓപ്ഷൻ ബി ആണ്. ചരൽ, നടുവിൽ മണൽ, താഴെ ചിരട്ടയുടെ കരി. നമ്മുടെ സ്കൂളിലെയും വീടുകളിലെയും ജലം മലിനമാവുന്നതിന് പല കാരണങ്ങളുണ്ട്. അവ പരിഹരിക്കുന്നതിന് ചില നിർദ്ദേശങ്ങൾ കുറിക്കൂ. ജലാശയങ്ങൾ മാലിന്യം ഇടരുത്. ഫാക്ടറികളിലെ മലിനജലം നദികളിൽ ഒഴുക്കരുത്. കീടനാശിനി കലർന്ന ജലം നദികളിലെത്താൻ അനുവദിക്കരുത്. കിണറിന് സമീപം മലിനജലം കെട്ടി നിർത്തരുത്. കിണറുകളിൽ ചപ്പുചവറുകൾ വീഴാതെ വലയിടുക. ജലം പാഴാകാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം? ടാപ്പുകൾ അനാവശ്യമായി തുറന്നിടരുത്. ആവശ്യത്തിന് ശേഷം ടാപ്പുകൾ കൃത്യമായി പൂട്ടുക. പൈപ്പിലെ ലീക്കുകൾ പരിഹരിക്കുക. കുളിക്കുമ്പോൾ ഷവർ ആവശ്യത്തിന് മാത്രം തുറക്കുക. മഴവെള്ളം സംഭരിച്ചു വെക്കുക. ചെടി നനയ്ക്കാനും കൃഷി ആവശ്യങ്ങൾക്കും ഈ ജലം ഉപയോഗിക്കാം. അടുക്കളയിൽ ഉപയോഗശേഷം വരുന്ന ജലം ഉപയോഗിച്ച് പച്ചക്കറിത്തോട്ടം നനയ്ക്കാം. തോട്ടങ്ങളിൽ നനയ്ക്കാൻ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം ഉപയോഗിക്കാം. ജലം പുനരുപയോഗിക്കുക. ആവശ്യത്തിന് മാത്രം ജലം ഉപയോഗിക്കുന്നത് ഒരു ശീലമാക്കുക. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ചെയ്താൽ ജലം പാഴാകാതെ ഇരിക്കാം. മനുഷ്യർക്ക് ജലം കൊണ്ടുള്ള പ്രയോജനങ്ങൾ: കുടിക്കാൻ, കുളിക്കാൻ, ആഹാരം പാചകം ചെയ്യാൻ, കൃഷിക്ക്, കെട്ടിട നിർമ്മാണത്തിന്, പാത്രം കഴുകുന്നതിന്, വസ്ത്രം കഴുകുന്നതിന്, ചെടികൾ നനയ്ക്കുന്നതിന്, വൈദ്യുതി നിർമ്മാണത്തിന്, ഫാക്ടറി ആവശ്യങ്ങൾക്ക് തുടങ്ങി ധാരാളം ആവശ്യങ്ങൾക്ക് മനുഷ്യൻ ജലം ഉപയോഗിക്കുന്നു. ഇതും ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. ജീവികൾക്ക് ജലം കൊണ്ടുള്ള ഉപയോഗങ്ങൾ: കുടിക്കാൻ, കുളിക്കാൻ, ആവാസത്തിന്, ആഹാരം ശേഖരിക്കാൻ, ശരീരത്തിലെ ചൂട് നിയന്ത്രിക്കാൻ, മുട്ടയിടാനുള്ള ഇടം, ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ. ജീവികളുടെ ചിത്രം തന്നിട്ട് ഇവയ്ക്ക് ജലം എപ്രകാരം പ്രയോജനപ്പെടുന്നുവെന്ന് ചിലപ്പോൾ ചോദിക്കാം. ജലസംരക്ഷണത്തെക്കുറിച്ച് ജനങ്ങൾക്ക് അവബോധം നൽകാൻ സ്കൂളിൽ തീരുമാനിക്കുന്നു. എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കാം? പ്ലക്കാർഡ് യൂസ് ചെയ്യാം. പോസ്റ്റർ, കാർട്ടൂൺ, ബോധവൽക്കരണ റാലി, തെരുവ് നാടകം തുടങ്ങിയ മെത്തേഡിലൂടെ ജലസംരക്ഷണത്തെക്കുറിച്ച് നമുക്ക് ബോധവൽക്കരണം നടത്താം. മഴ അളക്കാനുള്ള ഉപകരണത്തിന്റെ പേര് എഴുതുക. മഴമാപിനി. ജലം പാഴാകുന്ന സന്ദർഭങ്ങൾ: പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. ടാങ്ക് നിറഞ്ഞൊഴുകുന്നത്. പൈപ്പ് ഓഫ് ചെയ്യാൻ മറന്നു പോകുന്നത്. കുളിമുറിയിലെ ഷവർ അനാവശ്യമായി തുറന്നിടുന്നത്. പൈപ്പിലെ ലീക്കുകൾ കൃത്യമായി പരിഹരിക്കാത്തത്. വാഹനങ്ങൾ കഴുകുമ്പോൾ, ചെടി നനയ്ക്കുമ്പോഴും അശ്രദ്ധമായി ജലം ഉപയോഗിക്കുന്നത്. ചിത്രം തന്നിട്ട് ജലം പാഴാകുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം.